ബർത്ത്ഡേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ദിവസമാണ്. പക്ഷേ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഒട്ടും എക്സൈറ്റഡ് ആയിരുന്നില്ല കേട്ടോ. ജസ്റ്റ് എ നോർമൽ ഡേ ആയിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ ഞാൻ എല്ലാ തവണയും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് കാരണം ഇത്തവണയും ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് സിനിമയ്ക്ക് പോയി. തലേദിവസം ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വന്ന് കിടന്നത്. എൻ്റെ ഓഫീസിൽ ആനുവൽ ഇവൻ്റ് ആയിരുന്നു. എന്നിട്ടും ഞാൻ രാവിലെ 8:30 ഷോയ്ക്ക് പോയി ലക്കി ഭാസ്കർ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ലുലു മോളിലേക്ക് പോയിട്ടോ. ഞാൻ എപ്പോഴും അതാട്ടോ, എല്ലാ വീക്കെൻഡിലും ഞാൻ ലുലു മോളിൽ പോകും. കാരണം വേറെ എവിടെ ഇല്ല പോകാനായിട്ട്, എനിക്കറിയില്ല സ്ഥലങ്ങളൊന്നും ഇവിടുത്തെ. പിന്നെന്താ, അഞ്ജിത്തിൻ്റെ വീട് തൊട്ടടുത്താണ് ലുലു മോളിൻ്റെ. അപ്പോൾ അവനുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ എനിക്ക് കേക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാളും കൂടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഫുഡ് അടി, പിന്നെ ഉള്ളൂ ബാക്കി പരിപാടി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബിരിയാണിയും ചിക്കനൊക്കെ മേടിച്ച് ഫുഡ് കോർട്ടിൽ വന്നിരുന്ന് കഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ അവൻ്റെ അവൻ കൊണ്ടുവന്ന കേക്ക് തുറന്നു നോക്കിയപ്പോൾ കേക്ക് ഒരു സൈഡിലേക്ക് ഞെളങ്ങി പിളിങ്ങിയിരിക്കുന്നു. പിന്നെ അത് നമ്മൾ എങ്ങനെയൊക്കെയോ ശരിയാക്കി സെറ്റാക്കി എടുത്തു കേട്ടോ. ദെൻ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു. കേക്കിനുള്ളിൽ വെവ് കുറവായിരുന്നു കേട്ടോ. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു ക്യൂട്ട് ലിറ്റിൽ ബെൻറ്റോ കേക്കായിരുന്നു. പിന്നെ എൻ്റെ ഇട്ട് നടക്കുന്ന ചെരുപ്പ് ഭയങ്കര വേദനയായിരുന്നു. നമ്മൾ അതിലും വലിയൊരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോയി. പക്ഷേ എനിക്ക് സൈസ് ഇല്ല കേട്ടോ. സുതിയോലെല്ലാം 40 ഉള്ളൂ. എനിക്ക് 41 വേണം സുതിയോൻ്റെ സൈസിൽ. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്തു. എനിക്ക് അങ്ങനെ വലിയതൊന്നും ഇഷ്ടമായില്ല. എനിക്കിഷ്ടമായത് ഈ ഒരു ഗ്രീൻ ടോപ്പാണ്. ഇത് ഞാൻ എല്ലാവരും ഇട്ട് കിടക്കണം കണ്ടോ. അതിൽ പിന്നെ എനിക്കത് ഇടാനുള്ള മൂഡ് വന്നിട്ടില്ല. ആ കുറച്ച് ഞാൻ ഇട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ.